അയ്യോ അയ്യോ, അല്ല ഹാജിയാരെ, മദനി സാഹിബിന് മകന്റെ കല്യാണം കൂടാൻ പറ്റുമോ? അതിനൊരു തീരുമാനമാവുന്നില്ലല്ലോ. ഉസ്താദിന്റെ സെക്യൂരിറ്റി നമ്മൾ നോക്കാന്ന് കേരള ഗവൺമെന്റ് മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ലാതെ അറിയാച്ചാ. കർണാടക ഗവൺമെന്റും കൂടി അതിന് താമസിച്ചാലല്ലേ സംഭവം വർക്കൗട്ട് ആവുമല്ലോ. മകന്റെ കല്യാണം കൂടാൻ അപ്പനെ വിടണമെന്ന് സുപ്രീം കോടതിയുടെ ഉത്തരവല്ലേ ആശാനെ? പിന്നെ കർണാടക സർക്കാർ എന്തിനാ അതിലുടക്കിടുന്നത്? ഇവര് പറയുന്നതല്ല കേട്ടാ തോന്നുന്നു ഉസ്താദ് അൻവാർ ശൈലിയിലേക്ക് വരുന്നത് ഇതാദ്യായിട്ടാണ്. 2013-നും 2016-നും അടക്ക് ഒരു 3 പ്രാവശ്യം ഇവിടെ വന്നിട്ട് പോയതല്ലപ്പാ. അന്നൊന്നും സെക്യൂരിറ്റിക്ക് ആർക്കും പണം വേണ്ടിയിരുന്നില്ലാലാ. അന്ന് 3 പ്രാവശ്യം വന്നതിൽ 2 തവണയെ പണം വാങ്ങാതിരുന്നുള്ളൂ. അവസാനം 50,000 രൂപ അടപ്പിച്ചിട്ടാ വിട്ടത്. 50,000 എവിടെ കിടക്കണം? 15 ലക്ഷം രൂപ എവിടെ കിടക്കണം? കർണാടക പോലീസിന്റെ ഈ ഉത്തരവിനെ നാം ഗൗരവമായി കാണണമെന്ന് സുപ്രീം കോടതി ഇന്ന് പറഞ്ഞതും ഇതുകൊണ്ടാ സഖാവേ. കോടതി ഇനി അത് പ്രത്യേകിച്ച് പറയണോ? അല്ലേ തന്നെ തടവുകാരുടെ സുരക്ഷയ്ക്ക് പോകുന്ന പോലീസുകാരുടെ ചിലവ് തടവുകാരൻ വഹിക്കണമെന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാശാനെ? വിചാരണ തടവുകാരുടെ സുരക്ഷ എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ ചുമതലയല്ലേ? ഇതൊന്നും ആർക്കും തിരിയാത്തതൊന്നും അല്ലപ്പാ. ഞമ്മക്കത് അറിയൂലെന്ന് നടിച്ചാ പിന്നെ എന്തെന്നാപ്പ ചെയ്യലി? അണ്ണ മദനിയണ്ണ ഇവിടെ പറഞ്ഞേന് കർണാടക എന്തിനാണ് ഇങ്ങനെ കലിക്കണത്? ഇപ്പൊ അവിടെ ഭരിക്കണത് കോൺഗ്രസ് അല്ലേ അണ്ണ? അയ്യാന്നിവിടെ ഞമ്മക്കും പിടി കിട്ടാത്തേ. ആടെ BJP ആയിരുന്നെങ്കിൽ ഞമ്മക്ക് മനസ്സിലാക്കിയേന്. സിദ്ധരാമയ്യ കോൺഗ്രസ് എന്തിനാന്ന് ഈ പാവം മനുഷ്യനെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നെന്ന് ഒരു ഐഡിയയും ഇല്ല. ഇന്ത്യൻ നീതിന്യായ സംവിധാനത്തിന്റെ അപമാനമെന്നല്ലാതെ ഇതിനെ വിശേഷിപ്പിക്കാൻ വേറെ വാക്കുകളില്ല സഖാവേ. എന്നാൽ ഇത് കുറച്ച് അന്യായമാ. TP കൊലക്കേസ് പ്രതി പോലും പരോളിലിറങ്ങി കല്യാണം കഴിക്കുന്ന നാട്ടിലാണ് 15 വർഷമായി അകത്ത് കിടക്കുന്ന ഒരാൾക്ക് മകന്റെ കല്യാണം കൂടാൻ പോലും പറ്റാത്തത്. ഇതെന്ത് ന്യായം? ഇതെന്ത് നീതി? ആട്ടുക്ക് തിണ്ടാട്ടം, നരിക്ക് കൊണ്ടാട്ടം.